ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജൂൺ 5 എൻവയോൺമെൻറ്റൽ ഡേ ആണ്, അത് ശരിയാണ്. പക്ഷേ എൻ്റെ ബർത്ത്ഡേയും കൂടാണ്. അപ്പം നമ്മളിന്ന് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷന് ഞാനും എൻ്റെ വല്യമ്മയും പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് നാസിൽ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ മൂന്നും കൂടെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ മാലയിൽ നിന്ന് ഹുളുമാലയിലോട്ട് പോയി. നമ്മൾ പോകുന്നത് ബസ്സിനാണ്. മറ്റ് ബസ്സെന്ന് പറഞ്ഞാൽ ഡബിൾ ഡെക്കർ ബസ്സാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ മേളിൽ ഇരുന്ന് എപ്പോഴും യാത്ര ചെയ്യുന്നത്, കാരണം അപ്പം നല്ല വ്യൂ കിട്ടും. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് മാലെ ഐലൻഡ്, ക്യാപിറ്റൽ ഐലൻഡ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കാണുന്നതാണ് ഹുളുലെ എന്ന് പറഞ്ഞ ഐലൻഡ്, അതാണ് എയർപോർട്ട് ഐലൻഡ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കൊരു ഐലൻഡ് ഉണ്ട്. അവിടെയാണ് ഇവർ പെട്രോളും ഡീസലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മളിപ്പം ഇവിടുന്ന് പോകുന്നത് ഹുളുമാലെ എന്ന് പറഞ്ഞ ഐലൻഡിൽ. കണ്ടോ, മാൽദീവിയൻ, ഖത്തർ എയർലൈൻസ്, എമിറേറ്റ്സ് ഒക്കെ കിടക്കുന്നത്. ഇതാണ് വല്ലന ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ, നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് സീ പ്ലെയിനൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഹുളുമാലയിലോട്ട് പോകാം. അപ്പോഴും നമ്മൾ ഹുളുമാലയിലെത്തി. ഹുളുമാലയിൽ ഒരു പാർക്കുണ്ട്, സെൻട്രൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ആകുമ്പം നിറയെ ആൾക്കാരൊക്കെ കാണും, പക്ഷെ വലിയ സ്ഥലമാണ്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം, നല്ല രസമാണ് അവിടെ കാണാനൊക്കെ. സാധാരണ അവധി ദിവസങ്ങളിൽ, ഇന്ന് നമുക്ക് അവധിയായിരുന്നു, ഈദിൻ്റെ ഹോളിഡേ ആണ് ശരിക്കും. അപ്പോൾ സാധാരണ അവധി ദിവസങ്ങളിൽ ഇവിടെയൊക്കെ നിറയെ ആൾക്കാർ, നമുക്ക് ഭയങ്കരമായിട്ട് വരാനേ തോന്നത്തില്ല, അത്ര ആൾക്കാരായിരിക്കും. പക്ഷേ ഇന്ന് അധികം ആൾക്കാരില്ലായിരുന്നു, കാരണം കൂടുതലും ആൾക്കാർ അവരവരുടെ ഐലൻഡിലോട്ടൊക്കെ അങ്ങ് പോയി. അങ്ങനെ നമ്മൾ സെൻട്രൽ പാർക്കിൽ വന്ന് ഇങ്ങനെ അവിടെ നിറയെ പൂച്ചകളുണ്ട്. എല്ലായിടത്തും പൂച്ചയുണ്ട് ഇവിടെ, നിറയെ പൂച്ചയുണ്ട്. പട്ടി ഇല്ല, പക്ഷേ നിറയെ പൂച്ചകളുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി നടന്ന് കണ്ടോ, ആമക്കുഞ്ഞുങ്ങളെ, ആമകളെ, മീനുകളെയൊക്കെ ഇവിടെ എല്ലാം ഉണ്ട്. അങ്ങനെ നാസിൽ വന്ന് എനിക്കൊരു ബുക്ക് കൊണ്ട് തന്നു ഗൈസ്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇത് മറ്റേ പൈപ്പ് ക്ലീനർ വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. പിന്നെ അവൾ തന്നത് ആ കമ്മലും. എനിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവൾ വേറെ കുറേ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ ഗിഫ്റ്റൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഇത് വീഡിയോയിൽ. അങ്ങനെ നമ്മൾ കുറച്ച് നേച്ചറൊക്കെ കണ്ട് പൂവൊക്കെ പറക്കി ഇങ്ങനെ സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ടെർമിനലിലോട്ട്, ബോട്ട് ചിട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലതായിട്ട് സൺസെറ്റ് കാണാം എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് മഴക്കോൾ വന്നിട്ട് ഇതെല്ലാം അങ്ങ് പോയി. പക്ഷേ പെട്ടെന്ന് തന്നെ മാറി നല്ല സൂപ്പർ സൺസെറ്റ് കണ്ടു ഗൈസ്. അതും കുറേ സമയം ഉണ്ടായിരുന്നു, കുറേ ഇരുട്ടുന്ന വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് നിർത്താതെ ഞങ്ങളിങ്ങനെ നടക്കും. ഞങ്ങളവിടെ എല്ലാം കറങ്ങി നടന്നപ്പോൾ എനിക്കങ്ങ് മടുപ്പ് തോന്നി, ഇവളെന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇവൾ വലിയൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് എനിക്ക്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നതുകൊണ്ട്, ഞങ്ങൾക്ക് ഓഫീസിന് അവധിയായിരുന്നതുകൊണ്ട് ഇവളെല്ലാവരെയും അറേഞ്ച് ചെയ്ത് ഇവിടെ ഒരു ചെറിയ പാർട്ടി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനൊരു സംഭവം. ഞങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചാണ് ഇറങ്ങിയത്, പക്ഷേ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും വന്നപ്പോൾ എന്ത് ഹാപ്പി ആയിരുന്നറിയാം. എനിക്കാണെങ്കിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിരുന്നു ഞാൻ. എനിക്കതുപോലെ ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാരുടെ സ്നേഹം കിട്ടിയ പോലെ. അങ്ങനെ എന്താണെന്നറിയത്തില്ല, ഭയങ്കര അടിപൊളി ഒരു ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ കടലിലോട്ട് കാലൊക്കെ നീട്ടിയിട്ടിരുന്ന് കുറേ നേരം വെള്ളത്തിലൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ ഇരുന്നു. അപ്പം പിറ്റേ ദിവസം ഇവിടെ ഈദായിരുന്നു, അതായത് ജൂൺ 6 ആയിരുന്നു ഇവിടെ ഈദ്. അപ്പോൾ ഈദിൻ്റെ കുറച്ച് സെലിബ്രേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോയി. ബീച്ചിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി ചൂട്ടുകറ്റ വെച്ചിട്ട് ഇങ്ങനെ ഗോപുരം പോലെ ഉണ്ടാക്കി. പിന്നെ ഈദ് മുബാറക്ക് എന്നൊക്കെ എഴുതിയിട്ട് ഇവർ ബോട്ടിൽ മറ്റേ പന്തം കൊണ്ട് പോയിട്ട് അത് കത്തിക്കുന്ന എന്തിനാണെന്ന് എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനായിരുന്നു. So this is the way of letting the other people know that the moon is seen, that it is Eid. മനസ്സിലായോ? അതായത് പണ്ട് ഐലൻഡുകളിലോട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ഐലൻഡുകളിലും അവർക്ക് കാണാമല്ലോ. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ തീ കത്തിച്ചിട്ടുണ്ട്, അതിനർത്ഥം നാളെ ഈദാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈദിൻ്റെ സെലിബ്രേഷനൊക്കെ കണ്ട് എല്ലാവർക്കും ഈദ് മുബാറക്കൊക്കെ വിഷ് ചെയ്ത് അപ്പോഴേക്ക് തന്നെ കുറേ താമസിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഒരു 10-11 മണിക്ക് മേളിലായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ട് എല്ലാവർക്കും ഭയങ്കര ദാഹമായിരുന്നു, ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. നമ്മളൊക്കെ കുറച്ച് ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോകാൻ ബസ് കാത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് ബസ് കിട്ടി.
ഇപ്പോഴും നമ്മൾ ഡബിൾ ഡക്കർ അതിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്ന അടിപൊളി എൻ്റെ ഫേവറേറ്റാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ടയേർഡായി പോയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.